ഫ്രണ്ട്സ്, ഞാനിന്ന് ബീമിൻ്റെ റിങ് അല്ലെങ്കിൽ സ്റ്റിറപ്പിൻ്റെ ടിപ്പ് പറഞ്ഞുതരാം. അതിൽ സ്റ്റിറപ്പിൽ ഈ ഉക്ക് വളയ്ക്കുന്നില്ല, അത് തന്നെയാണ് ടിപ്പുള്ളത്. അതുകൊണ്ട് വളയ്ക്കുന്നതിൽ പ്രത്യേകതയുണ്ട്. നമ്മൾ 135 ഡിഗ്രി വളച്ച് വെക്കണം. അങ്ങനെ രണ്ടും 135 ഡിഗ്രി വളച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എർത്ത് റെസിസ്റ്റൻസ് കുറച്ച് കൂടുതൽ കിട്ടും. അപ്പോൾ എർത്തേക്ക് വന്നാലും ക്രാക്കൊന്നും വരില്ല. അഡീഷണൽ ഡിസൈനിൽ നമ്മൾ എർത്തേക്ക് കൺസിഡർ ചെയ്തിരിക്കണം. പക്ഷേ ഇതൊരു സിമ്പിൾ ടിപ്പാണ്. ആ എർത്തേക്ക് റെസിസ്റ്റൻസിന് അഡീഷണൽ ആയിട്ടൊരു ഗുണം കിട്ടും. രണ്ടാമത്തേന്ന് വെച്ചാൽ ഈ സ്റ്റിറപ്പിലേക്ക് റിങ് നമ്മൾ ഇടുമ്പോൾ ആൾട്ടർനേറ്റ് ആയിട്ട് ഇടും. ഒരേ ഷേപ്പിൽ ഇടാൻ പാടില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെ അത് ഇടേണ്ടതെന്നുള്ളത്. ഇപ്പോൾ സൈറ്റ് അത് ആക്ച്വലി ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ കാണിക്കാൻ പറ്റുന്നില്ല. പിന്നെ അടുത്തായിട്ടുള്ളത് ഈ റിങ്ങില്ല, അത് ബീമിൻ്റെ അല്ലെങ്കിൽ കോളത്തിൻ്റെ അടുത്ത് വരുമ്പം അടുപ്പിച്ചടുപ്പിച്ച് സ്പേസിങ് ചെറുതായി കൊണ്ടുവരണം. മിഡിലായിട്ട് വരുമ്പോൾ നല്ല സ്പേസിങ് കൂട്ടിയിടണം. സ്പേസിങ് ഈക്വലായിരിക്കും, പക്ഷേ മിഡിലിൽ ഈക്വലായിട്ട് കുറച്ച് കൂടുതലായിട്ടും സപ്പോർട്ടിൻ്റെ അടുത്ത് വരുമ്പോൾ കുറച്ച് കുറഞ്ഞായിട്ടും കൊടുക്കണം. എന്ന് വെച്ചാൽ സപ്പോർട്ടിൻ്റെ അടുത്ത് കുറഞ്ഞ സ്ട്രെങ്ത്ത്, ഷിയർ സ്ട്രെങ്ത് എന്ന് പറയും, അത് കൂടുതലായിരിക്കും. അപ്പോൾ അത് ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ട്. അത് ഈ റിങ് എന്നുള്ളത് ഷിയർ സ്ട്രെങ്ത്തിന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എങ്ങനെയാണ് സ്റ്റീലിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കണമെന്നൊന്നും, പിന്നെ എങ്ങനെയാണ് ഈ ഷേപ്പിൽ എത്ര കട്ടിങ് ലെങ്ത്ത് എന്ന് പറയാം, അതങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കട്ടിങ് ലെങ്ത്ത് എന്താ പറയുക കണ്ടുപിടിക്കണമെന്നല്ല ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. താങ്ക് യു ഫോർ വാച്ചിങ് എവരിവൺ. താങ്ക് യു വെരി മച്ച്.